ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് സ്വന്തത്തെ അക്സെപ്റ്റ് ചെയ്ത് സ്വന്തത്തെ സ്നേഹിച്ച് അല്ലേ ഗുഡ് മോർണിംഗ് മാം. ആയിട്ടിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം കഴിയുന്നവരൊന്ന് വീഡിയോ മോഡിൽ വരിക. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലേ, ഒരു ടെക്നിക്കാണ് EFT, ഈ ഒരു കോഴ്സ് അല്ലേ. അപ്പോൾ ഈ എന്താണ് EFT എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെയിലി നമ്മൾ കേൾക്കുന്നതാണ് EFT എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് അതിൽ സംഭവിക്കുന്നത്, എന്താണ് അതിൽ നമ്മൾ ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ EFT കോഴ്സ് ചെയ്തവരുണ്ടാവും, അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട്. ഹായ് സർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാനും കൂടെ ഉള്ളൊരു അവസരം ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. നിങ്ങൾ മാക്സിമം കഴിയുന്നവർ വീഡിയോ മോഡിൽ വരിക. ഓക്കെ. അപ്പോൾ EFT എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും നമുക്ക് ഫ്രീഡം നൽകാനുള്ള, സ്വതന്ത്രരാവാനുള്ള ഒരു ടെക്നിക്കാണ് EFT. പേരിൽ പോലെ തന്നെയാണ് അത്. അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളുടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ. നമുക്ക് ഡെയിലി എന്ന് പറയുന്ന പോലെ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ജനിച്ച് നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്ക് എന്ത് വരാറുണ്ട്, സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അതൊന്നുകൂടെ എന്താണ്, വളരെ നമ്മളെ അത്രയും ഭീകരമായിട്ട് നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, വിഷമം, പ്രയാസം, കുറ്റബോധം, അസൂയ, അതുപോലെ എന്താണ്, വെറുപ്പ്, ദേഷ്യം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും നമുക്ക് റിക്കവർ ആവാനുള്ള, നമുക്ക് സ്വതന്ത്രരാവാനുള്ള ഒരു ടെക്നിക്കാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ എപ്പോഴാണ് ഡൗൺ ആവുക, നമ്മുടെ എനർജി ഡൗൺ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ എനർജി ഡൗൺ ആവുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ചിന്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് അല്ലേ. നമ്മൾ ഇപ്പം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ട്രോമ നമ്മളുടെ ലൈഫിൽ വരുന്ന സമയത്ത് എന്താവും നമുക്ക് സംഭവിക്കുക, നമ്മൾ ഡൗൺ ആയിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡൗൺ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ നെഗറ്റീവ് ഇമോഷൻസ് ആണ് അതിൻ്റെ കാരണം. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവുന്നതിൻ്റെ കാരണം നമ്മൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് EFT ടാപ്പിംഗ് എന്ന് പറയും. EFT ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇമോഷൻസിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ എനർജി ഹൈ ആക്കാനും നമ്മൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ആ ഒരു വഴികളും അതുപോലെ അതിനുള്ള എനർജിയും എല്ലാം നമ്മളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് EFT, ഒരു തെറാപ്പി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട
ഒരു ടെക്നിക്കാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഏത് സമയത്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരാം, അല്ലേ? ഏത് സമയത്തും വരാം. അങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് വിജയം നമുക്ക് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. അത് നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു നേട്ടം ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു പ്രശ്നം വരെ, ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ ലൈഫിലേക്ക് ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാം നമുക്ക് ഫെയിലായി, പഠിക്കാൻ പറ്റിയില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ വല്ലാതെ ഡൗൺ ആയി, സങ്കടപ്പെട്ട്, വിഷമിച്ച് എൻ്റെ ലൈഫ് ഇവിടെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഒരു സങ്കടം നമുക്ക് നമ്മളിൽ നിന്നും, ആ ഒരു വിഷമം നമുക്ക് നമ്മളിൽ നിന്നും റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആ ഒരു പ്രശ്നത്തെ നമുക്ക് വളരെ ഈസി ആയിട്ട്, മീൻസ് നമുക്ക് ആ ഒരു നെക്സ്റ്റ് എക്സാമിന്, ആ ഒരു എക്സാം കഴിഞ്ഞു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അതിനുശേഷം ആ ഒരു വരുന്ന ഒരു എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി പഠിക്കണം. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷനിൽ നിന്നും റിക്കവർ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് വളരെ ക്ലിയർ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു നല്ല ഉന്നത വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഇമോഷൻ എത്രത്തോളം നമ്മെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലേ? ആ ഒരു നെഗറ്റീവ്, ആ ഒരു സങ്കടം, അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു പേടി, ഇനിയും ഞാൻ എക്സാം എഴുതിയാൽ ഫെയിൽ ആവുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്താവും, എൻ്റെ ഭാവി എന്താവും, എൻ്റെ ഫ്യൂച്ചർ എന്താവും, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു പേടിയെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും എക്സാം എഴുതാനുള്ള ഒരു എനർജി നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെടുത്ത്, ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മളെടുത്ത് നമ്മൾ ഈ EFT ടാപ്പിംഗ് തെറാപ്പിയിലൂടെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ആ ഇമോഷൻ അവിടെ കട്ടാവും, ആ ഫിയർ അവിടെ കട്ടാവും, ആ ഒരു സങ്കടവും മറ്റുള്ളവരുടെ എല്ലാ ഒരു മാനനഷ്ടവും എല്ലാം അവിടെ കട്ടായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ആ ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഇമോഷൻസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ പേരിൽ തന്നെയുണ്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇമോഷൻസിനെ നമ്മളിൽ നിന്നും ഒഴിവാക്കാനുള്ള, നമ്മളിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് EFT. ഓക്കെ. അപ്പോൾ EFTയിൽ നമ്മൾ അതിനൊരു അതർ നെയിമായിട്ട്, അല്ലെങ്കിൽ ഒരു കോറായിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ടാപ്പിംഗ് എന്നാണ് അതിന് പറയുക. ടാപ്പിംഗ് മെത്തേഡ്. ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറീഡിയൻ പോയിന്റ്സ്, എനർജി പോയിന്റ്സ്, മീൻസ് നമ്മുടെ മർമ്മ ഭാഗങ്ങളുണ്ട്. ആ മർമ്മ ഭാഗങ്ങളിലൂടെ നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നത്. ടാപ്പിംഗ് എന്ന് പറയുന്നത് ആ ഒരു തെറാപ്പിയുടെ ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മുടെ ഇമോഷൻ, ഈ ഒരു ഫിയറിനെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു സങ്കടത്തെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും, അല്ലേ? EFTയിലൂടെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്, അതെങ്ങനെ കട്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഒരു ടാപ്പിംഗ്. ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പോയിന്റ്സിലൂടെ, മെറിഡിയൻ പോയിന്റ്സിലൂടെ, അല്ലെങ്കിൽ അക്യൂ പ്രഷർ പോയിന്റ്സിലൂടെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഏതാണോ നമുക്ക് ഒഴിവാക്കേണ്ട, നമുക്ക് ഈ ഒരു സങ്കടം, ഈ നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ എക്സാം ഫെയിലിയർ, എക്സാമിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഇൻസിഡൻ്റ് ആണ്, നെഗറ്റീവ് ഇൻസിഡൻ്റ് ആണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ മെറിഡിയൻ പോയിന്റ്സിലൂടെ നമ്മൾ ടാപ്പ് ചെയ്ത് അതിനെ നമുക്ക് ആ ഒരു ഇമോഷനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാനും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുത്ത് നമ്മുടെ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു പ്രശ്നത്തിൽ നിന്നും റിമൂവായി പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എക്സാം എനിക്ക് എഴുതാൻ സാധിക്കും, എനിക്കിത് നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും എന്നുള്ള അഫർമേഷൻസ് കൊടുത്തിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇമോഷനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർഡ് ആവാനായിട്ട് സാധിക്കും. ആ എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ,
ഓക്കെ. അപ്പോൾ ഈ ഒരു മെറിഡിയൻ പോയിന്റ്സ് അക്യൂപ്രഷർ പോയിന്റ്സ് എന്നൊക്കെ പറയും. നമുക്കറിയാം അല്ലേ, നമ്മൾ അക്യൂപങ്ക്ചർ നീഡിൽസ് വെച്ചിട്ട് അക്യൂപങ്ക്ചർ പോയിന്റ്സിലൂടെ നീഡിൽ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്യൂപ്രഷർ പോയിന്റ്സിലൂടെ, എനർജി പോയിന്റ്സിലൂടെ, മെറിഡിയൻ പോയിന്റ്സ് ഇതെല്ലാം ഒന്നാണ്. ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ്. അതിലൂടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാനായി, നെഗറ്റീവ് ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതിലൂടെ നമ്മൾ ഈ അക്യൂപ്രഷർ പോയിന്റ്സിലൂടെ ടച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആവുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആവുകയും നമ്മുടെ എനർജി ഹൈ ആവുകയും അതുപോലെ നമ്മുടെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയെ റെഡ്യൂസ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സെഷനുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. എന്ത് ഇപ്പോൾ ഇന്നലെ ഇറ്റ്സ് മീ ദ റിയൽ മീ സെഷൻ അല്ലെ, EFTയിലൂടെ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു അവരിൽ നിന്നും അവരുടെ ആ നെഗറ്റീവ് ഇമോഷൻസ് കട്ടാവുന്നതിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള അവരുടെ ആ സക്സസ്സിലേക്ക് എത്താനുള്ള ആ ഒരു ക്ലിയർ പാത്ത് അവരുടെ മുന്നിൽ രൂപപ്പെടുകയാണ്. നമ്മൾ എപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ് അല്ലേ? അതിലൂടെ നമുക്ക് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, മോർണിംഗിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വിചാരിക്കുക. വഴക്കുണ്ടായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് എന്തായിരിക്കും? ഇന്നൊന്നും ശരിയാവില്ല എന്നുള്ള രീതിയായിരിക്കും. നമ്മൾ നേരെ വീട്ടിൽ നിന്നും വഴക്കൊക്കെ കഴിഞ്ഞ് വളരെ ഡിപ്രസ്ഡായി അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നാൽ നമ്മൾ എന്താണ്? നമ്മൾ കാമല്ല, നമ്മൾ ഹാപ്പി അല്ല. അവിടെ നമ്മുടെ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ നമുക്ക് ആ ഒരു വളരെ ഹെൽത്തി ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സന്തോഷത്തോടൊന്ന് പെരുമാറാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ മാനേജ് ചെയ്യുന്ന, നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഇമോഷൻസിൽ നിന്ന് നമ്മൾ ഫ്രീ ആയേ പറ്റൂ. ഈ EFT ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആളുകളുടെ ഇടയിലൂടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവവും അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ആളുകളായിട്ടുള്ള നമുക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്? നമ്മുടെ സന്തോഷം, സമാധാനം. ഏതൊരു വ്യക്തിയെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സന്തോഷവും സമാധാനവുമാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഏതൊരു ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന ഒരാളാണെങ്കിലും ഏതൊരാൾക്കും വേണ്ടത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി എന്തായിരിക്കണം? നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. അതിനുള്ള ടെക്നിക്കാണ് EFT. അപ്പോൾ EFT നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റാതെ, നമുക്ക് ഉറക്കമില്ലാതെ, അതുപോലെ നമുക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം വരേണ്ട ഒരു കോഴ്സ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടെക്നിക്കല്ല EFT. ഏതൊരു മനുഷ്യനും ലൈഫിൽ വളരെ നല്ല രീതിയിൽ കാമായിട്ട് അവരുടെ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരാളും ലൈഫിൽ ഹാബിറ്റ് ആക്കിയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് EFT. ഇപ്പൊ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് പിന്നെ പറയണ്ട, അവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഏതൊരാളും ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ആവാന്നൊക്കെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എനർജി പോയിന്റ്സിലൂടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുമോ? ഒരുപാട് പേര് പറയുന്നൊരു കേസാണ് ഇതെന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിൽ പറയുകയാണെങ്കിൽ, സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, എവറിത്തിങ് ഈസ് എനർജി. എല്ലാം എനർജിയാണ്. ഞാനും നിങ്ങളും ഇവിടെയുള്ള എല്ലാം എനർജിയാണ്. ഒരു വ്യക്തികളെന്നല്ല, ഈ യൂണിവേഴ്സിലുള്ള ഓരോ സാധനങ്ങളും അതിനൊക്കെ എല്ലാത്തിനും ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നമ്മളും എന്താണ്? ഒരു എനർജി ബോഡി. ഫിസിക്കൽ ബോഡി ഉള്ളതുപോലെ തന്നെ നമുക്ക് എനർജി ബോഡിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ബോഡിയാണ്. നമ്മളിൽ നിന്നും എനർജി പുറത്തു പോകുന്നുമുണ്ട്, നമ്മളിലേക്ക് എനർജി സ്വീകരിക്കുന്നുമുണ്ട്. ഇപ്പം എൻ്റെ ഈ വാക്കുകളിലൂടെയൊക്കെ എനർജി വരുന്നുണ്ട്
ഓക്കെ, എൻ്റെ തിങ്കിങ്ങിൽ എനർജി ഉണ്ട്, എൻ്റെ വേർഡ്സിന് എനർജി പവർ ഉണ്ട്, എൻ്റെ ഫീലിങ്സിന് എനർജി പവർ ഉണ്ട്, എല്ലാത്തിനും എനർജി പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രോമ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എനർജി ഫീൽഡിൽ ബ്ലോക്ക് സംഭവിക്കും. അതായത് നെഗറ്റീവ് എനർജി അവിടെ രൂപപ്പെട്ടിട്ട് അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എനർജി ഫ്ലോ സ്മൂത്ത് ആയിട്ട് നടക്കാതിരിക്കുകയും അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മുടെ നെർവ്സിലൂടെ, നെർവ്സ് എൻഡിങ് ആണ് ഈ ഒരു ഏരിയാസിലൊക്കെ, മർമ്മങ്ങളിലൊക്കെ ഉള്ളത്, അതിലൂടെ നമ്മൾ ടാപ്പ് ചെയ്ത് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, നമ്മുടെ നെർവ്സിനെ അത് കാമാക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യപ്പെടുകയും നമ്മൾ റിലാക്സ്ഡ് ആവുകയും നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റിലാക്സ്ഡ് ആവുന്നതും നമ്മൾ കാം ആവുന്നതും നമുക്ക് ആ ഒരു വളരെ സ്മൂത്ത്, എന്താ പറയുക, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വളരെ കാമായിട്ട് ആ ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് നമ്മൾ എത്തുന്നതും. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അത് വളരെ നമ്മൾ ബ്രോഡായിട്ട് നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യമാണ് ആ ഒരു സയൻസ്, ഇതിന് പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു വാക്കുകൾ കൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ഒറിജിൻ ഓഫ് EFT എന്ന് പറയുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗ്യാരി ക്രേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1990s ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് TFT എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരുന്നു, തോട്ട് ഫീൽഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള TFT, തോട്ട് ഫീൽഡ് തെറാപ്പി. അത് റോജർ കോൾഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് 1980s ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്യാരി ക്രേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ 1980s ക്രിയേറ്റ് ചെയ്തിട്ടുള്ള TFTയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഇതുപോലെ തന്നെ മെറീഡിയൻ പോയിന്റ്സിലൂടെ ടാപ്പ് ചെയ്തിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത് പക്ഷെ അവിടെ ഓരോ പ്രോബ്ലംസിനും ഓരോ മെത്തേഡാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഇദ്ദേഹം ടോട്ടലി എല്ലാ പ്രോബ്ലംസിനും ഒരേ രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നുള്ള രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ EFTയിലൂടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഏതൊക്കെ തലത്തിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ലൈഫിലെ ഏതൊരു പാർട്ടിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഏത് തരത്തിലുള്ള റിലേഷൻ, ഇപ്പം കപ്പിൾസ് ആവട്ടെ, അല്ലെങ്കിൽ പാരൻസ് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ സിബ്ലിങ്സ് തമ്മിലുള്ള ഏത് റിലേഷൻഷിപ്പിലും നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. മീൻസ് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, വെൽത്തിൽ നമ്മൾ ഒരുപാട് പേരും 99% ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ് അല്ലേ മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു യെസ് ഇൻസിഡൻസ് ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങളിൽ ഇത് പരിഹാരമാവോ? ഇൻസിഡൻസ് നമ്മൾ അറിയപ്പെടുന്ന ഒരു ഇൻസിഡൻസ് ഇല്ലാണ്ട് മാനസിക പ്രശ്നം വരുന്ന അവസ്ഥ ഉണ്ട്, അങ്ങനത്തെവർക്കോ? അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള ഇൻസിഡൻസിൽ നിന്നൊക്കെയാണ്. അതിന് പിന്നിൽ ഇൻസിഡൻസ് ഉണ്ട്, ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായത് പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പാസ്റ്റിലുള്ള ട്രോമാസ് ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ഒരു EFT ടെക്നിക്ക് അതിന് യൂസ്ഫുൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ,
പാസ്റ്റിൽ ഉണ്ടായിട്ടില്ലേ? പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലേ? ട്രോമാസ് ഉണ്ടായിട്ടില്ലേ? പാസ്റ്റും പ്രസന്റും ഒന്നുമല്ല, പ്രശ്നങ്ങള് മൊത്തം ജീവിതത്തിൽ മൊത്തം ഉള്ളതാ. പക്ഷെ അത് ഒരു 10-50 വർഷം വരെ നമ്മള് ഒരു പ്രശ്നമില്ലാണ്ട് പോയതാ. അതേ പ്രശ്നമാണ് പിന്നെ ഉണ്ടായിട്ടുള്ളൂ. നിത്യം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മള് എൻജോയ് ചെയ്ത് പോകുന്നതാ. അപ്പൊ അത് പെട്ടെന്ന് നമ്മള് അറിയാതെ ഒരു ഇൻസിഡൻസ് ആയിട്ട് മാറി എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഇതിലൊന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 0 to 15 ഇയേഴ്സിൽ നമ്മൾ അനുഭവിച്ച 0 to 15 ഇയേഴ്സ് പറയുമ്പോൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന സമയം മുതൽ നമ്മുടെ 15 വയസ്സ് വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ റിപ്പീറ്റേഷൻ ആണ് നമ്മുടെ പിന്നീടുള്ള ലൈഫ് വരുന്നത് എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. മീൻസ് നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ ഓരോ ട്രോമാസ് നമ്മൾ അനുഭവിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ, അതൊക്കെ വേറെ ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏരിയ ആണ്. എങ്കിലും ഞാൻ ഇപ്പം ബ്രീഫായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ അതിൽ നിന്ന് രൂപപ്പെട്ട് അതാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചൈൽഡ്ഹുഡും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ട്രോമാസ് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മുടെ ബിലീഫ് എന്താണ്? അതായത് നമ്മളിപ്പോ 15 വയസ്സ് വരെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളിലൂടെയാണ് നമ്മളെ തോട്ട്സ് പോവാന്ന് പറഞ്ഞത്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മരണം വരെ അങ്ങനെ പോവാണോ, അല്ലെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുമോ EFT യിൽ? EFT യിലൂടെ നമുക്ക് തിരുത്താൻ സാധിക്കും. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാവുന്ന രൂപത്തിൽ. ഇപ്പോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോ എന്തെങ്കിലും നമുക്കൊരു ഇപ്പോൾ ഒരു എക്സാം, നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഫെയിലുറിനെ എടുക്കാം. ഈ ഒരു എക്സാം, ഒരു കുട്ടി ഒരു എക്സാം എഴുതി അതിൽ ഫെയിലായെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി അവിടെ ക്ലാസ്സിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമം, ആ കുട്ടിക്ക് പേഴ്സണലി ഉള്ള വിഷമം, പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വഴക്ക് പറച്ചിൽ, വീട്ടിലെത്തിയപ്പോഴുള്ള വഴക്ക് പറച്ചിൽ, ഇതെല്ലാം കൂടെ ആയിട്ട് ആ കുട്ടി എന്താണ്, വളരെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ ഈ ട്രോമാസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, ഈ ഒരു വിഷമങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു ബിലീഫ് രൂപപ്പെടും. അതിൽ നിന്നും ഒരു ബിലീഫ് ഉണ്ടാവും, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ള ബിലീഫൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ പഠനത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് വരും. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻറ് EFT പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തായിരിക്കും? ആ ഒരു പ്രശ്നം അവിടെ കട്ടായി, ഇമോഷനും ആ ഒരു പ്രോബ്ലം ട്രോമയൊക്കെ അവിടെ കട്ടായിട്ട് അവർക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് EFT, ഒരു ടെക്നിക്കാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങളുടെയും കടത്തിവിടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്കതിൽ തീരുമാനമെടുക്കാനോ നമുക്കതിൽ ഒരു സൊല്യൂഷൻ കാണാനോ നമുക്ക് കഴിയില്ല, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൗൺസിലറുടെ ഹെൽപ്പ് എടുക്കും. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുക ചെയ്യുക. ആ സമയത്ത് ഈ ഹെൽപ്പ് എടുക്കുന്ന സമയത്ത് അവര് നല്ല സൊല്യൂഷൻ അവർക്ക് നൽകാൻ സാധിക്കും. കാരണം എന്താണ്? അവർക്ക് ആ ഒരു പ്രശ്നത്തെ പുറത്തു നിന്ന് നോക്കി കണ്ട് അതിന്റെ അതിന്റെ എല്ലാ പാർട്ടും മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നത് അവർ ആ പെയിനിലല്ല, അവർ ആ ഇമോഷനിലല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇമോഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതിന്റെ ഒരു വശങ്ങളും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ടോട്ടലി ആ ഇമോഷനിൽ പെട്ടുപോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനോ സൊല്യൂഷൻ കണ്ടെത്താനോ സാധിക്കുന്നില്ല. നേരെ മറിച്ച് പുറത്തു നിന്നൊരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ലൈഫിൽ. എന്തുകൊണ്ടാണ്? അവർ ആ ഇമോഷനിൽ അല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു ഇമോഷനെ കട്ട് ചെയ്തിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഇമോഷണലി പൂർണ്ണമായിട്ടും ഫ്രീ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോബ്ലത്തെ
സോൾവ് ചെയ്യാനും ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനും അതിനുള്ള ആക്ഷൻസ് എടുക്കാനും നമുക്ക് തന്നെ സാധിക്കും. മറ്റൊരാളുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പം ഈ ഒരു മാഡം, അതായത് യെസ്, അല്ല ഇത് നമ്മളൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ. അതായത് അപ്പൊ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് പരിഹരിക്കുക? ഇമോഷനും അതുമായി ബന്ധപ്പെട്ട നമ്മളെ തോട്ട്സും പോവില്ല. അപ്പൊ ഇമോഷൻസ് ഇപ്പൊ നമ്മൾ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്സെറ്റ് ആകില്ലേ? നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാതെ സ്റ്റക്ക് ആയി പോകത്തില്ലേ? അതെ, അതെങ്ങനെയാണ് അത് ഇമോഷനായിട്ട് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അത് പല തലത്തിൽ ബന്ധമുണ്ട്. പല തലത്തിൽ ബന്ധമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ മണി ബ്ലോക്കിന്റെ പിന്നിൽ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ കാരണമാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ തോട്ട്സ് വളരെ പവർഫുൾ ആണ്. നമ്മുടെ തോട്ട്സ് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ നമ്മൾ? ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ്? നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ ഉള്ളത്, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അഫർമേഷൻസ് കൊടുക്കും, വിഷ്വലൈസേഷൻ, അല്ലേ? നമ്മളൊരു കാര്യം പറയാറുണ്ട്, നമ്മൾ 36,000 മുതൽ 70,000 ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ ദിവസവും തോട്ട്സ് കടന്നു പോകുന്നുണ്ട്. അതിൽ 80% ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണെങ്കിൽ എന്താണ്, അത് നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും. ഒരുപാട് കോഴ്സുകളിലൂടെയൊക്കെ ഈ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങളത് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ തോട്ട്സ് വളരെ പവർഫുൾ ആണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ്. ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ് ഞാൻ പറഞ്ഞു. 0 to 15 ഇയേഴ്സിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ബിലീഫുകളായിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഇങ്ങനെ ഈ അപ്പം ഫിനാൻഷ്യലി താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അല്ലെ അവരുടെ ഉള്ളിലുള്ള ബിലീഫ് എന്തായിരിക്കും? പല എക്സ്പീരിയൻസിലൂടെ അവൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടില്ല, അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടത്താൻ സാധിക്കില്ല, ഈവൻ ഭക്ഷണം കിട്ടില്ല. ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ബിലീഫ് ഉണ്ട്, ഞാൻ പണത്തിന് അർഹനല്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എൻ്റെ ലൈഫിൽ പണം വളരെ സമ്പാദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അതെനിക്ക് പറഞ്ഞ കാര്യമല്ല എന്നുള്ള ബിലീഫൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചിന്ത എന്താണ്? എനിക്ക് പണത്തിന് അർഹതയില്ല, അല്ലെങ്കിൽ പണം എന്നിലേക്ക് വരില്ല, പണത്തോടൊരു വെറുപ്പാണ് ഉണ്ടാവുക, അല്ലെ? സ്നേഹമുണ്ടെങ്കിലും എനിക്കില്ല എന്നുള്ള ആ ഒരു തോട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരിക. മീൻസ് ഇപ്പൊ എനിക്ക് പണത്തിന് അർഹനല്ല, എന്നെ പണമില്ല, എനിക്ക് എന്നിലേക്ക് വരില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് അവിടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇതിൽ അവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ടാപ്പിങ്ങിലൂടെ ഈ ചെറുപ്പത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം, ഇപ്പം ഈ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞ് ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് നമ്മൾ ഹീൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇപ്പോഴുള്ള ഇമോഷനും, അതിനുശേഷമല്ല, ആദ്യം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പണം ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട്, അല്ലെ? അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും റിക്കവർ ആവും. പണമില്ല എന്നുള്ള സങ്കടത്തിൽ നിന്നും റിക്കവർ ആവുകയും നമുക്ക് പണം നേടാനുള്ള വഴികളിലേക്ക് പോകാനുള്ള ഒരു എനർജി കിട്ടുകയും അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്ന്, നമുക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റും, എന്ത് ചെയ്യണം, പണം ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് ആ ഒരു ഇമോഷൻ കട്ടായി കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. കൂടെ നമ്മുടെ ഈ ബിലീഫും കൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പണം അട്രാക്ട് ചെയ്യപ്പെടും. അത് മാത്രമല്ല, എവറിത്തിങ് ഈസ് എനർജി എന്ന് ഞാൻ പറഞ്ഞു, എല്ലാം എനർജിയാണ്. അപ്പോൾ എല്ലാത്തിനും എനർജി വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ മണിയുടെ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നത് 400-ന് മുകളിലാണ്. ഒരു ചാർട്ട് ഉണ്ട്, എനർജി ചാർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് EFTയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും, ഈ ഒരു ഏരിയാസ് ഒക്കെ പഠിക്കാൻ പറ്റും. ഇതൊന്നും വെറും കാര്യങ്ങളല്ല, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ എനർജി എന്ന് പറയുന്നത് സങ്കടവും വിഷമവും പ്രയാസങ്ങളും വെറുപ്പും വിദ്വേഷവും ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി എന്തായിരിക്കും? ലോ എനർജിയിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഗോളിനൊരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ സൊല്യൂഷൻ ഇത് തന്നെയാണ്. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഇമോഷൻസ്, ഈ നെഗറ്റീവ് ഇമോഷൻസ് ടാപ്പിങ്ങിലൂടെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ടൂളും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ. കാരണം EFTയിലൊക്കെ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്കത് ലഭിച്ചതായിട്ട് നമ്മളത് ഫീൽ ചെയ്യണം, നമ്മൾ ആ ഒരു സന്തോഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. നമ്മൾ അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ പണത്തിനെ കുറിച്ചുള്ള അഫർമേഷൻസ് എഴുതാനൊക്കെ പറയാറുണ്ട്. എന്താണ്? പണം എന്നിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ സമ്പന്നനാണ് എന്നുള്ള ആ ഒരു അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മളോട് പറയുന്നത് നിങ്ങളത് ഫീൽ ചെയ്യണം, സമ്പന്നനായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഇമോഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. മീൻസ് എനിക്ക് പണമില്ല, വളരെ ബുദ്ധിമുട്ടാണ്, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സ്റ്റക്കായ അവസ്ഥയിൽ പണമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, ആ ഒരു സങ്കടവും വിഷമവും നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഈ ഒരു അഫർമേഷൻസ് എഴുതി നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണോ? നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? അത് ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല മാം, ഒരിക്കലും കഴിയണില്ല. ആ ഒരു ഫീലിംഗ് നമ്മൾ പറഞ്ഞു നോക്കേണ്ട, അഫർമേഷൻ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, പക്ഷെ മനസ്സ് എപ്പോഴും ആ ഒരു സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുന്നത്. അതെ, നിങ്ങൾ EFT ചെയ്ത ആളാണോ? ഹലോ, നമ്മൾ അടിസ്ഥാനപരമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ EFTയിലൂടെ ഇതെങ്ങനെ നമ്മൾ നീക്കാൻ കഴിയുമ്പോൾ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരം കാണാതെ നമുക്ക് ഇത് പരിഹാരമാവുമോ? പിന്നെ ഇമോഷണലി നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ EFT ചെയ്ത ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും അവർക്ക് സാധിക്കുന്നില്ല. ഇന്നലത്തെ സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ സാറ്? ഇന്നലത്തെ സെഷനിൽ ഉണ്ടായിരുന്നു, പക്ഷെ കേട്ടോണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ, തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സാണ് എല്ലാം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ പ്രോബ്ലംസ്. നമ്മുടെ ചിന്തകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തകൾക്ക് അനുസൃതം എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത, ആ ഒരു ചിന്തയ്ക്ക് ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ സുബേദ മാമിനെ നന്നായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക, നന്നായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പം സുബേദ മാമിന്റെ എനർജി എന്താവും? ഡൗൺ ആവും, ശരിയല്ലേ? സുബേദ മാം വല്ലാതെ സങ്കടപ്പെടും, ഡൗൺ ആയി പോവും. അപ്പൊ എന്താണ്, എൻ്റെ ഈ ഒരു നെഗറ്റീവ് വേർഡ്സിൽ എനർജി പവർ ഉണ്ട്. ആ നെഗറ്റീവ് എനർജിയാണ് സുബേദ മാമിനെ ഡൗൺ ആക്കിയത്. അതുപോലെ ഞാന് സുബേദ മാമിനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, സുബേദ മാമിന് എന്താവും? എനർജി ഹൈ ആവും. അവിടെ ഞാൻ എന്തെങ്കിലും ചെന്നിട്ട് സുബേദ മാമിന്റെ അടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ മാമിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ വാക്കുകൾക്ക് എന്തുണ്ട്? പോസിറ്റീവ് വേർഡ്സിന് പോസിറ്റീവ് എനർജി ഫ്രീക്വൻസി ഉണ്ട്, നെഗറ്റീവ് വേർഡ്സിന് നെഗറ്റീവ് എനർജി ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മുടെ ചിന്തകൾക്കും, നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ എന്താവും? നമ്മുടെ എനർജി ഡൗൺ ആവും, ശരിയല്ലേ? നമ്മൾ ക്ഷീണം വരും, ഉറങ്ങാൻ തോന്നും, അല്ലെങ്കിൽ അമിതമായിട്ട് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സമയത്ത് എന്തൊക്കെയാ ചെയ്യാറുള്ളത്? സോഷ്യൽ മീഡിയയിലേക്ക് പോവും, അല്ലെങ്കിൽ ആൽക്കഹോളിക്, അങ്ങനെ ആ ഒരു അഡിക്ഷനിലേക്ക് പോകില്ലേ നമ്മൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അപ്പം അത് എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് സന്തോഷം വരുന്നൊരു കാര്യമാണ്, നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ നമുക്കൊരാൾ ക്യാഷ് തന്നു, ഇതൊക്കെ നമുക്ക് എന്താണ്, ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി, ആ സമയത്ത് നമ്മുടെ എനർജി ഹൈ ആവും, ശരിയല്ലേ? അത് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിന്, പോസിറ്റീവ് തോട്ട്സിന് എനർജി പവർ ഉണ്ട്, നെഗറ്റീവ് തോട്ട്സിനും എനർജി പവർ ഉണ്ട്. അപ്പൊ ഈ ഒരു എനർജിയിൽ വിശ്വസിക്കുക, ഈ ഒരു എനർജി നമ്മൾ എന്താക്കാനായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ എനർജി വൈബ്രേഷൻ ഹൈ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഹൈ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ഹീൽ ചെയ്യണം. മീൻസ് നമ്മുടെ ബോഡിയിൽ നിന്നും അത്
ക്ലിയർ ചെയ്യണം, റിമൂവ് ചെയ്യണം നമ്മൾ. അതിനുള്ള ടെക്നിക്കാണ് EFT. ഇപ്പോൾ സാർ ഇപ്പം എന്നോട് ഡൗട്ട് ചോദിച്ച സാറ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൂടെ കടന്നു പോകുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ലേ, മീൻസ് സങ്കടങ്ങളില്ലേ, ചില കേസിൽ വെറുപ്പുണ്ടാവാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് നല്ലൊരു എനർജി ഉണ്ടാവും. ആ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് അത് ഇമോഷൻസ് മാത്രം വരുന്ന നിരന്തരം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതല്ല. അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടാലല്ല ഇമോഷൻ നമ്മളെ വിട്ടു പോകുമെന്നാണ് ചോദിച്ചത്. അല്ലല്ല. ഇമോഷൻസ് നമുക്ക് ടാപ്പിങ്ങിലൂടെ വിത്തിൻ 10 മിനിറ്റ്സ് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. മാം ഒരു കാര്യം ചോദിക്കട്ടെ? യെസ്, ചോദിച്ചോളൂ. അല്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹീൽ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ, വിഷമങ്ങൾ ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതാണ് ഉൾക്കൊള്ളുക, ഇതാണോ ചെയ്യാന്നുള്ളതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. കറന്റ്ലി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളും ഹീൽ ചെയ്യുക. കാരണം ഇപ്പം മാമിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും വർഷത്തോളം നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട് അല്ലേ? ഹീലിംഗ് ഒരുപാടുണ്ട്. ഹീലിംഗ് പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ്. ഓക്കെ, ചോദിച്ചോളൂ. അക്യുപഞ്ചറിന്റെ ഒരു കുട്ടി തന്നെ എന്റെ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടെ മോനെ അക്യുപഞ്ചർ ഡോക്ടറാണ് ഭാര്യ. അവര് പിന്നെ ടച്ച് ചെയ്യും, നീഡിൽ എടുക്കുകയൊക്കെ ചെയ്യലുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്ന് വിളിച്ചാൽ വരും, അടുത്ത് തന്നെയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡിന് അത് അവൻ എന്തെങ്കിലും വന്ന് ചെയ്താല് ചെറിയ നെഞ്ചുവേദനയോ ഗ്യാസോ പ്രശ്നമൊക്കെ ആയാല് മൂപ്പർക്ക് അത് പെട്ടെന്ന് പരിക്കും. എനിക്കത് ഒന്നും ആവൂല, ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഡോക്ടർക്ക് പോയി അതിന് വേണ്ട മരുന്നും സൊല്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലും എന്റെ ശരിയാകുക. എനിക്ക് കാലിലൊക്കെ ഭയങ്കര നീർക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവനെ വിളിച്ചു. അവന് കുറെ 5-6 സൂചി വെച്ച് തന്നു, പിന്നെ ടച്ച് ചെയ്തു, പിന്നെ ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് എനിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ 10-30 വർഷമായിട്ട് മരുന്നൊക്കെ ഇങ്ങനെ പ്രഷറിന്, പിന്നെ ഹൈപ്പർ ടെൻഷന്, ഇടുപ്പ് വേദനയൊക്കെ ഒക്കെ കഴിക്കണോണ്ട് എനിക്ക് പരിക്കായി ആണോ അതോ എന്താ എനിക്കറിയില്ല. എനിക്ക് അതൊന്നും അങ്ങോട്ട് ഏൽക്കണില്ല. പിന്നെ ഞാൻ പിന്നെയും ഡോക്ടർക്ക് പോയി മരുന്ന് വാങ്ങി കഴിച്ച് ഇപ്പൊ അങ്ങനെ ചെറുതായിട്ടൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാലില് നീക്കേപ്പൊക്കെ ഇട്ടിട്ടാ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, നീര് വന്നിട്ട്. അപ്പൊ എനിക്കത് ഫലിക്കാത്തത് എന്താണോന്ന് ചോദിക്കാനല്ല, അതൊന്നല്ല എനിക്ക്. ഓക്കെ, മാമിന് ഒരു ബിലീഫ് ഉണ്ടോ ഇപ്പം ഇതിനോടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണം എന്നാലേ റെഡി ആവുള്ളൂ എന്നൊരു ബിലീഫ് ഉള്ളിലുണ്ടോ? അല്ല, ഞാൻ പിന്നെ പരമാവധി പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കല്. പക്ഷേ നിവൃത്തിയില്ലാതാവുമ്പോ പിന്നെ പോകേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, പിന്നെ നമ്മൾ അനുഭവിച്ച ട്രോമാസിനനുസരിച്ച് ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും, അതിന്റെ എഫക്റ്റും ഉണ്ടാവും കേട്ടോ. ഒരുപാട് ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകുന്ന, അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാരെക്കാൾ സ്ട്രെസ്സിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. മാം ഹീലിംഗ് അത് ഉള്ളിലേക്ക് നന്നായിട്ട് എടുക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഹീലിംഗിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവയർനെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ചിന്തകളാണ് എൻ്റെ പ്രശ്നം എന്നുള്ള അവയർനെസ് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, നെഗറ്റീവ്സ് വേർഡ്സ് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, അതിനൊക്കെ എനർജി പവർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഹീലിംഗ് മാത്രമല്ല, നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ ആ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ടാവണം നമ്മൾ ചെയ്യേണ്ടത്. ആ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നന്നായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ, കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ആ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ്സിനെ നന്നായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് തീർച്ചയാണ്. അതിൽ നമ്മളവിടെ ഉള്ളിൽ നിന്നും ഇപ്പൊ EFTയിൽ നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ചേഞ്ച് ആവേണ്ടത്. അപ്പോൾ ആ ഉള്ളിൽ നിന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് വരേണ്ടത്. ജസ്റ്റ് ഇപ്പം നമ്മൾ ടാപ്പ് ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു, അങ്ങനെയല്ല. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ ചേഞ്ച് വരണം. ആ ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് വരണം. ജസ്റ്റ് നമ്മളിപ്പോൾ എനിക്ക് കണ്ണുകളുണ്ട് എന്ന് പറയുന്നതിന് പകരം ആ ഒരു എനിക്ക് കണ്ണിന് കാഴ്ചശക്തി ഉണ്ട് എന്ന് പറയുന്ന, എനിക്ക് കണ്ണിന് കാഴ്ചശക്തി ഉണ്ട്, താങ്ക് ഗോഡ്, താങ്ക് യു സോ മച്ച് എന്ന് വെറുതെ പറയുന്നതിന് പകരം ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു കണ്ണിന് അനുഗ്രഹത്തെ ഫീൽ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൽ അതിന് നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും അല്ലേ, പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം.
കേട്ടോ. നന്നായിട്ട് വിശ്വസിക്കുക, നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് മാക്സിമം അകലം പാലിക്കുക. നമ്മൾ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കാത്ത ഓരോരോ കാര്യങ്ങൾ ദിവസേന നമ്മൾ അതാണ് അത് നമ്മൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചതാണ്. കുറച്ച് ടൈം എടുക്കും. നമ്മൾ അനുഭവിച്ച ഓരോരുത്തർ അനുഭവിച്ച ട്രോമകളും വ്യത്യസ്തമാണ്, അല്ലേ? അതെ അപ്പം അതെ വളരെ പേഷ്യൻസോട് കൂടി ഡെയിലി തെറാപ്പി കാര്യങ്ങൾ ചെയ്യാം, കേട്ടോ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. മാഡം നമ്മുടെ ഒരു കോഴ്സിലൂടെ ഡൗട്ടുണ്ട്. അതായത് നമ്മള് യെസ് ആ ഈ കോഴ്സ് എങ്ങനെയാണ്, എത്ര സമയമാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതുപോലെ തന്നെ വേറെ ഡൗട്ട്, നമ്മളെ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പലതിനും പല ചികിത്സയല്ലേ. അത് നമ്മളെ യഥാർത്ഥ ചികിത്സ നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്താൽ മാത്രമേ നമ്മളൊരു രോഗം മാറും. അതായത് പല ആൾക്കാരും ഒരു സംഭവം മാത്രം ഉപയോഗിച്ച് ആ രോഗം മാറുമെന്ന് വിശ്വസിച്ച് അത് മാത്രം ചെയ്യും. ചിലപ്പോൾ അത് അധികമാവും. അങ്ങനൊക്കെ ഒരുപാട് പ്രത്യേകതയില്ല. നമ്മൾ രോഗം ഇപ്പം മാഡം ഇപ്പോൾ രോഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ രോഗത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യം പഠിക്കാനില്ലേ? ഇതിപ്പോ അത് പഠിച്ചാലല്ലേ നമുക്ക് അത് അറിയാൻ പറ്റും. പറയാം. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ EFTയിൽ വരികയാണെങ്കിൽ, ഇപ്പം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു കാര്യമാണ് 99% 99% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ്, മീൻസ് മനോജന്യ രോഗങ്ങളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള അസുഖങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോകുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഹൈ BP കാരണം എന്താണ്? നിങ്ങളുടെ സ്ട്രെസ് ആണെന്ന് പറയും, പറയാറില്ലേ? നിങ്ങൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ, അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സാണ്, നമ്മൾ അനുഭവിച്ച സ്ട്രെസ്സാണ് ഹൈ BP കാരണം. നമ്മുടെ EFTയിൽ തന്നെ റൂട്ട് കോസസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ഓരോ അസുഖത്തിനും ഓരോ റൂട്ട് കോസ് ആണ്. ഈ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ട്രോമയിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. ഇപ്പോൾ തൈറോയിഡ് ഇപ്പോൾ വളരെ എല്ലാവർക്കും രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഒരു രോഗമാണ് തൈറോയിഡ്. ഈ തൈറോയിഡിന്റെ റൂട്ട് കോസ് ആയിട്ട് വരുന്നത് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള അപമാനങ്ങൾ, നമ്മുടെ അഭിമാനം ക്ഷതപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട്, ആ ഒരു സ്ട്രെസ് അനുഭവിച്ചത് കൊണ്ട് തൈറോയിഡ് ലെവൽ എന്തായിരിക്കും, അതിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും, നോർമൽ ആയിരിക്കില്ല. അതുപോലെ ഷുഗർ, ഇതൊക്കെ നമ്മുടെ EFTയിലൂടെ ഒരുപാട് പേർക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ, ഈ ഷുഗറിന്റെ ഒക്കെ കേസിലുള്ള റൂട്ട് കോസ് വരുന്നത് അവരുടെ ലൈഫിന്റെ സന്തോഷ നിമിഷങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന്, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഒക്കെ കാരണമാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഏതൊരു മനുഷ്യനും എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് അല്ലേ, ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷങ്ങളൊക്കെ ഇല്ലാതെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ എന്നുള്ള ഷുഗർ ലെവൽ അബ്നോർമൽ ആവുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ ബോഡി പെയിൻ, നമ്മൾ അനുഭവിക്കുന്ന ഗിൽട്ട് ഫീലിംഗ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് എന്ത് കുറ്റബോധം വലിയ രീതിയിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്നതാണ് നമ്മുടെ ബോഡി പെയിൻ എന്ന് പറയുന്നത്, ഷോൾഡർ പെയിൻ. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിനെല്ലാം. ഈ കാരണങ്ങൾ എടുത്തിട്ട് നമ്മൾ ഹീൽ ചെയ്യണം. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി BP നമ്മൾ മരുന്ന് കുടിക്കുമ്പോഴും എന്താണ്, അവിടെ ആ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അത് നോർമൽ ആവുന്നുണ്ടോ? നമ്മൾ ലൈഫ് ലോങ് ആ ഒരു മെഡിസിൻ എടുത്ത് അങ്ങ് പോവുകയാണ്, അതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്, ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. അതിലപ്പുറം അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. താൽക്കാലം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മെഡിക്കൽ സയൻസിനെ ഒന്നും ചെറുതാക്കി കാണുകയല്ല, പറയുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ തന്നെ പറയാറുണ്ട് സ്ട്രെസ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് സ്ട്രെസ്സാണ് പറയാറില്ലേ? അപ്പോൾ ഈ സ്ട്രെസ്സാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്, നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഏരിയ. അതിലൂടെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് ആ ഒരു നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഹെൽത്തിലും വെൽത്തിലും റിലേഷൻഷിപ്പിലും എല്ലാ ഏരിയാസിലും നമുക്ക് ഇത് 1-2 ദിവസങ്ങൾ കൊണ്ടല്ല കേട്ടോ. BP പറയുമ്പോൾ നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം ക്ലിയർ ആവുമെന്നല്ല. നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഒരു ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് നമുക്കുണ്ടാവും. അപ്പോൾ ഈ EFT ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക?
തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നുകൂടെ ഞാനൊരു മെൻറ്ററാണ്, സീനിയർ മെൻറ്ററാണ്. എൻ്റെ ആ ഒരു ഇതിൽ വെച്ച് ഞാൻ പറയാണ്, നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണം. മീൻസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ടാപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ടാപ്പിംഗ് ചെയ്ത് ഒഴിവാക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് നമ്മൾ ടൈം നമ്മൾ എന്ത് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ടാപ്പിംഗ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നു 100% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. ചില അപ്പൊ ആളുകൾ ഞാൻ NLP ചെയ്ത ഒരു വ്യക്തിയാണ്. NLP ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ NLP ചെയ്തിട്ട് ശരിക്കും ആൾക്കാരെ കൊണ്ട് വലിയൊരു പ്രയോജനം കിട്ടിയിട്ടില്ല. അപ്പൊ EFT ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും ഇതുമായിട്ട് വലിയ മാറ്റങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഇതില് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇമോഷൻസിനെ ടാപ്പിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ അതിലേറെ ഇപ്പം നമ്മുടെ കോഴ്സിലേക്ക് വന്ന ആളുകൾ തന്നെ പറയാറുണ്ട്, ഞാൻ അതിനെ എഴുതി പറയല്ല, അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് EFTയിലൂടെയാണ്. ടാപ്പിംഗ് ചെയ്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് എത്ര ദിവസത്തെ കോഴ്സാണ് ഈ EFT? EFT എന്ന് പറയുന്നത് 10 ഡേയ്സ് ലൈവ് സെഷൻസും പ്ലസ് 1 മന്ത് മെന്റർ സർവീസും ആണ്. മെന്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഒരാള് ഒരു മെന്റർ ഉണ്ടാവും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ ഹീൽ ചെയ്യാനും പേഴ്സണൽ സിറ്റിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മീൻസ് നമ്മുടെ മൈൻഡ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തോട്ട്സ് ആണെല്ലാം, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആണെല്ലാം. ഈ ബിലീഫ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യണം. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അഫർമേഷൻസ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അതുപോലെ നമ്മൾ ടാപ്പിംഗ് ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട്, കാരണം നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ്, അപ്പൊ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് 1 മന്ത് ഒരു മെന്റർ ഉണ്ടാവും. അപ്പൊ മെന്റർ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. അവർ പിന്നെ 2 പേഴ്സണൽ സിറ്റിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പൊ 1 മന്ത് പ്ലസ് 10 ഡേയ്സ് ലൈവ് സെഷൻസ് ആണ്. ഷാഫി സാറുടെ 10 ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഇത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? ഇനി വരുന്ന ബാച്ച് ഓൺലൈൻ ആണ്. 23rd-നാണ്, 23-ാം തീയതിയാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരി. ഓക്കെ, അപ്പൊ അതിന് 10 ദിവസം കൂടാതെ ഈ ഒരു ദിവസമാണോ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് വരേണ്ടത്? ഓഫ്ലൈൻ സെഷൻ ഇപ്പോൾ ഇല്ല. ഓഫ്ലൈൻ ബാച്ച് ചില സമയത്ത് വരാറുള്ളൂ, അത് അനൗൺസ് ചെയ്യും കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് ആണ്. പേഴ്സണൽ സിറ്റിംഗ് ഉണ്ടാവും പറഞ്ഞാൽ അത് ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. അതെ, ഓൺലൈനിൽ ഇതുപോലെ സൂം ഇട്ടിട്ട് 1-to-1 സിറ്റിംഗ് ആയിരിക്കും. ഇപ്പോ ഞാൻ എൻ്റെ ഒരു ക്ലയന്റ് ഇരിക്കുക, ഞാനും എൻ്റെ ക്ലയന്റും മാത്രം. അല്ലാത്ത സമയത്ത് ഗ്രൂപ്പാ? വീക്കിലി 3 ഡേയ്സ് നമുക്ക് ഹീലിംഗ് സെഷൻ ഉണ്ട്. 3 ഡേയ്സ് പ്ലസ് 1 ഓരോ മെന്റേഴ്സിന്റെ അണ്ടറിലുള്ള ക്ലയൻസിനുള്ള മൺഡേയിൽ ആ ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതിനു പുറമെ 3 ദിവസം ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ഗ്രൂപ്പ് ഹീലിംഗ് സെഷൻസ് ഉണ്ടാവും. ഇങ്ങനെ പ്രോബ്ലംസ് ചാർജ് വരുന്നത് കോൺടാക്ട് ചെയ്യുക. ടീം മെമ്പേഴ്സിന്റെ നമ്പർ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരി, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം സർ. അപ്പോൾ നമ്മുടെ EFTയിലൂടെ നമുക്ക് ടാപ്പിംഗ് ചെയ്തിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ജനറലി നമുക്കൊന്ന് നോക്കാം. എല്ലാ ഏരിയാസും ഞാൻ പറഞ്ഞു, അത് ഓരോ ഏരിയയും എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ഓരോ സെഷനുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ടാപ്പിംഗ് ചെയ്താലുള്ള ഒരു ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്ട്രെസ് അല്ലെ, എപ്പോഴും നമുക്ക് സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ആങ്ഷ്യസ് ആണ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ ആങ്ഷ്യസ് ആണ്, നമ്മുടെ മക്കളെ കുറിച്ച്. ഇങ്ങനെയുള്ള ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്തതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമ്മൾ എന്താക്കുന്നു, കാമാക്കുകയും നമ്മുടെ നമ്മൾ ഈ നെഗറ്റീവ് ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രെസ് ഹോർമോൺസ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താക്കും, ഡൗൺ ആക്കി, നമുക്കൊന്ന് വല്ലാത്തൊരു ടയർഡ്നെസ് ആയിരിക്കും, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ ആകെ അങ്ങ്
സ്റ്റക്കായി പോകുന്നൊരവസ്ഥ, ഉറങ്ങാൻ കഴിയില്ല, എന്നാ ഉണർന്ന് സമാധാനത്തോടെ ഇരിക്കാനും പറ്റില്ല. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, മീൻസ് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് ഹോർമോൺസ്, വൺസ് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ ടോക്സിൻസ് ആയിട്ട് നമ്മുടെ സെല്ലുകളിൽ കിടക്കുക ചെയ്യാം. ഇത് ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനും നമ്മുടെ നെർവ്സിനെ കാമാക്കാനും അതിലൂടെ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യപ്പെടാനും കാരണമാണ്. അതിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ടാപ്പിങ്ങിലൂടെ നമുക്ക് വരുന്ന ബെനിഫിറ്റ് ആണ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിന് റിലീസ് ചെയ്യുക എന്നുള്ളത്. റിലീസസ് നെഗറ്റീവ് ഇമോഷൻസ്. നമ്മുടെ ദേഷ്യം, പേടി, സങ്കടം, കുറ്റബോധം, നമ്മുടെ മടി, ഷെയിം, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പിങ്ങിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോവാണ്, സ്വന്തത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന മീൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട്. ഈ ദേഷ്യമൊക്കെ വരുന്നതിന്റെ കാരണം, ദേഷ്യം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന ഒരു ഇമോഷനാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ്സുകൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെ? നമ്മളിപ്പോ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് ചെറിയ കാര്യമാവാം, നമുക്ക് തന്നെ തോന്നുന്നു ഞാൻ എന്തിനാണ് ഈ രീതിയിൽ റിയാക്ട് ചെയ്തത്. ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, അല്ലെ? നമ്മൾ നന്നായിട്ട് വഴക്കടിച്ചു, അതിനുശേഷം നമുക്ക് തന്നെ ഒരു കുറ്റബോധം വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മക്കളെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ എംപ്ലോയീസിനെ വഴക്ക് പറഞ്ഞു. അപ്പൊ അവിടേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനു ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു, ഞാൻ എന്തൊരു വ്യക്തിയാണ്, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് എന്നെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളോട് തന്നെ നമുക്ക് തന്നെ ഇഷ്ടമില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഒന്നും നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്താണ്? സ്നേഹം, സന്തോഷം, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുക, ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, അല്ലെ? അപ്പോ നമുക്ക് എന്താണ് ഓക്കെ അപ്പോ നമുക്ക് നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും നമ്മൾ ഹീൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ വളരെ കാമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബിഹേവ് ചെയ്യാൻ പറ്റും, മിങ്കിൾ ചെയ്യാൻ പറ്റും, വളരെ പോസിറ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യാനായിട്ട് ടാപ്പിങ്ങിലൂടെ സാധിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രോമാസിലൂടെ നമ്മൾ കടന്നു പോകും, അല്ലെ? ചെറുതും വലുതുമായിട്ടുള്ള ട്രോമാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർ ചീറ്റ് ചെയ്ത സംഭവങ്ങൾ, അല്ലെങ്കിൽ ആക്സിഡൻസ്, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസസ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. നമ്മുടെ ഉള്ളിൽ വലിയ ലിമിറ്റിംഗ് ബിലീഫുകൾ രൂപപ്പെടുത്തും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു ബ്ലോക്ക് മറികടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ട്രോമാസ് നമുക്ക് ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഈ സെക്ഷൽ അബ്യൂസ്, ഇങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വലിയ ഒരു ഒരു വല്ലാത്തൊരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഡിപ്രഷനിലേക്കൊക്കെ പോകും പലരും, അല്ലെ? ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ നമുക്ക് ട്രോമാസ് ഒക്കെ നമുക്ക് ഹീൽ ചെയ്ത് അതിൽ നിന്നും പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അത്രയും റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ ഒരു ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ. അപ്പൊ നമ്മൾ ട്രോമാസിനെ ഹീൽ ചെയ്ത് നമുക്ക് ആ ഒരു പഴയ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പോ നമ്മളിപ്പോ ഒരു 2-3 വയസ്സിനിടയിലുള്ള കുട്ടികൾ എത്ര ഹാപ്പിയാണ്, അല്ലെ? അങ്ങനെയുള്ള കുട്ടികളായിരുന്നു നമ്മളെല്ലാവരും, ശരിയല്ലേ? നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് നന്നായിട്ട് എൻജോയ് ചെയ്ത കുട്ടികളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? ഇത്രയും പ്രശ്നത്തിലൂടെ ഇത്രയും സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറിയത് എങ്ങനെയാണ്? നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ നെഗറ്റീവ് ഇൻസിഡൻസ് മീൻസ് ട്രോമാസ് ആണ്. ചെറുതും വലുതുമായ ട്രോമകളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നത്.
നമ്മൾ ജീവിച്ച ചുറ്റുപാടുകൾ, നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, സറൗണ്ടിങ്സ്, ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ എന്താണ് അവരുടെയൊക്കെ പങ്കുണ്ട്. ഇതിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ള നമ്മളാണ് നമ്മൾ. അപ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കേണ്ടി വന്ന ഒരു കുട്ടി, അത് ആ കുട്ടിയുടെ തെറ്റല്ല. അപ്പോൾ അവിടെ ആ കുട്ടിയുടെ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നും ആ കുഞ്ഞിനുണ്ടായ ലിമിറ്റിംഗ് ബിലീഫുകളാണ് ആ കുട്ടിയുടെ ലൈഫിൽ ഇപ്പോൾ അട്രാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കുഞ്ഞിന്റെ ലിമിറ്റിംഗ് ബിലീഫുകൾ, ഏതൊരു വ്യക്തിയുടെയും ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് വേണ്ട കാര്യങ്ങൾ എന്താണോ നമ്മുടെ ലൈഫിൽ വേണ്ടത്, ആ വേണ്ട കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്ത് ആ ഒരു പെയിനിൽ ഇപ്പോൾ ജനറൽ ആയിട്ട് കാണുന്ന ബ്രേക്കപ്പ് ഇഷ്യൂസ് അല്ലെ, സ്റ്റുഡൻസിലൊക്കെ കാണാറുണ്ട്. നമുക്ക് സ്റ്റുഡൻസ് CFTയിലൊക്കെ വരാറുണ്ട്. ബ്രേക്കപ്പ് റിലേഷൻഷിപ്പിലായിട്ട് അത് ബ്രേക്കപ്പ് ആവുന്നു. പിന്നെ അവർക്ക് ലൈഫ് തന്നെ വേണ്ട, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, അവരൊരൊറ്റ റൂമിൽ പോയിട്ട് അടച്ചിരുന്ന് അവർ അങ്ങ് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിപ്രഷനിൽ നിന്നും അവരെ കയറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആ പഠനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ട്രോമ ഹീൽ ചെയ്യണം. ഈ ഒരു ട്രോമയിൽ നിന്നും പൂർണ്ണമായിട്ടും അവരെ റിക്കവർ ആക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടാപ്പിംഗ്, EFT ടാപ്പിംഗ്. ഓക്കെ, ഇത് നമ്മുടെ കുട്ടികളെ വരെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുക അല്ലേ. നമ്മൾ ഫിസിക്കലി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് ചെറുപ്പത്തിലേ നമ്മൾ എന്ത് ചെയ്യും? ചൈൽഡ്ഹുഡിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, അതിനുള്ള സൊല്യൂഷൻസും മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ മെന്റലി നമുക്ക് അറിയില്ല, ആ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല നമ്മൾ. പക്ഷെ മെന്റലി നമ്മൾ ഡൗൺ ആകുമ്പോൾ അതാണ് ഫിസിക്കലി നമ്മൾ ബാധിക്കുന്നത്. മെന്റലി നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതൊരാളും അപ്ലൈ ചെയ്യേണ്ടതും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യാൻ, എല്ലാവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും വരും അല്ലേ. അതങ്ങ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ആ ബിലീഫ് അവിടെ സെറ്റ് ആവുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക? അത് ഹീൽ ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കുക. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും. നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഗോളുകളിൽ നിന്നും നമ്മുടെ സക്സസിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. ഓക്കെ, പിന്നെ ഇമോഷൻ വരുന്നുണ്ടല്ലോ മാഡം, ഈ അസുഖം അവർക്ക് പ്രത്യേക ട്രോമയും കാര്യങ്ങളൊന്നും നമ്മള് അറിയില്ല. എന്നാലും പിന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം ഉമ്മാക്കുണ്ടെങ്കിലും മകൾക്ക് വരുന്ന ചില മാനസിക പ്രശ്നങ്ങള്, അതുപോലെ കൂടിക്കഴിഞ്ഞാൽ വയലന്റ് ആവുക. അപ്പൊ അവരെ പാരമ്പര്യമായിട്ട് അതാണ് സർ ഉദ്ദേശിച്ചത്. ആ പാരമ്പര്യം എന്ന് പറയുന്നതൊക്കെ ഈ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യം നമുക്ക് EFTയിലൂടെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബിലീഫ് സിസ്റ്റം കട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഒരു ബിലീഫ് ഇപ്പോൾ നമുക്ക് നമ്മുടെ DNA-യിലൂടെയൊക്കെ നമുക്ക് ആ ഒരു നമ്മുടെ പാരൻസിൽ നിന്നൊക്കെ വരും. പക്ഷേ അത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിലീഫ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നവും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുക്കാനുള്ള നമ്മൾ സൊല്യൂഷൻസ് കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ടൈമും നമ്മുടെ ആ ഒരു എഫേർട്ട് നമ്മൾ ഇടണമെന്ന് മാത്രം. അപ്പൊ ഓലും മാനസികമായിട്ട് ഇതിന്റെ അകത്തേക്ക് അർപ്പിക്കണം, എങ്കിലേ സംഭവം നടക്കും. അതാ ഞാൻ പറഞ്ഞു, നമ്മളിപ്പം നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഓല് ഇത് മാനസികമായിട്ട് അംഗീകരിക്കണം ആദ്യം, എന്നിട്ട് അതിൽ ഇറങ്ങണം. അതിലേക്ക് നമുക്ക് എത്തിക്കാൻ ഇപ്പോൾ മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർക്കും അയച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ എനർജിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വിഷ്വൽ ചെയ്തിട്ടൊക്കെ അവരിതിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. നമ്മൾ ചേഞ്ച് ആയാൽ തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവരും ചേഞ്ച് ആവും. നമുക്ക് പൊതുവെ ധാരണയാണ് ഞാൻ ശരിയാണ്. ഇപ്പം സാറിന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ സാറിനെ വെച്ചിട്ടല്ല പറയുന്നത്, പൊതുവായിട്ട് പറയാണ്. ഇപ്പം ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാള് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് എടുക്കുക. വൈഫ് നമ്മുടെ കോഴ്സിലേക്ക് വന്ന് EFT ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സ് എന്നല്ല EFT ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജിയിൽ ചേഞ്ച് വരികയും ആ ഒരു ചേഞ്ചിന്റെ ഇമ്പാക്റ്റ് അവരുടെ ചുറ്റുപാടിലുള്ളവരും പോസിറ്റീവായിട്ട് അവരിലും ചേഞ്ചസ് വരുത്തും. കറക്റ്റാണ് മാം പറഞ്ഞത്. അത് നമ്മൾ പോസിറ്റീവ് ആവുമ്പോൾ നമ്മളിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന എനർജി എന്താണ്? പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജി ഹൈ ആവും, ശരിയല്ലേ? അപ്പൊ എന്നിൽ നിന്നും
പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളും അവരിലേക്ക് പോകുമ്പോൾ അവരെന്താവും? പോസിറ്റീവ് ആവും. തീർച്ചയായിട്ടും. അത് ഈ ഒരു EFT എന്ന് പറഞ്ഞ ഒരു മാജിക്കൽ ബാൻഡാണ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയും യൂസ് ചെയ്യാം. പക്ഷെ അത് തയ്യാറാവണം അല്ലേ സിസ്റ്ററെ? സേർ ചെയ്താൽ മതി, അവരിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് ശരി. പിന്നെ ശരി. അവരെ ഇതിലേക്ക് ഇപ്പം സാറ് ചേഞ്ച് ആവുമ്പോൾ അവർ ചോദിക്കും അല്ലേ, എന്താണ് നല്ല മാറ്റം ഉണ്ടല്ലോ, പെരുമാറ്റമൊക്കെ ഒരുപാട് മാറി, എന്താണ് ഇതിന്റെ ഗുട്ടൻസ് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് വരാറുണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ടാപ്പിങ്ങിലൂടെ സാധിക്കും. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ദേഷ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് ഹീലാവുന്നതിലൂടെ നമ്മൾ കാമാവുകയും നമുക്ക് നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുകയും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനും ഇപ്പോൾ സെൽഫിനെ തന്നെ ആ ഒരു പീസ്ഫുൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ടാപ്പിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ഹീലിംഗ് സപ്പോർട്ട്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ടാപ്പിങ്ങിലൂടെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് കോൺഫിഡൻസ്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോരാ, ഞാൻ മോശമാണ്, എനിക്കൊന്നിനെയും കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. എനിക്കതൊന്നും പറ്റില്ല, അവരൊക്കെ അത് ചെയ്യുന്നു പക്ഷെ എനിക്കത് കഴിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബിലീഫുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കി നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് എന്തും ചെയ്യാൻ, നമ്മുടെ സക്സസിന് വേണ്ടി, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മിൽ വരും, ഒരാളോട് സംസാരിക്കാൻ. അപ്പം ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയാം, ബിസിനസ്സിൽ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ, അത് എല്ലാത്തൊരു കോൺഫിഡൻസും കാര്യങ്ങളും നമുക്ക് അവരെ സംസാരിക്കാനും അവരായിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ നമുക്ക് നല്ലൊരു പവറും കോൺഫിഡൻസും നമുക്ക് ടാപ്പിങ്ങിലൂടെ നമുക്ക് അതുപോലെ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് സാധ്യമാവും. നമ്മുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസസും ഇങ്ങനെ ട്രോമാസിൽ നിന്നാണ് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. നമുക്ക് എപ്പോഴും പറയാറുണ്ട് അല്ലേ, പോസിറ്റീവായിട്ട് ചിന്തിക്കണം നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ തിങ്കിങ്ങിനും എന്തുണ്ട്, തോട്ട്സിനും എനർജി പവർ ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കത് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീലിങ്ങിലൂടെ പോകണം. നെഗറ്റീവ് തോട്ട്സ് കയറി ഒരാളെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയും അല്ലേ, ഒരാളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ, നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നോ അവിടെ നമ്മുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മെ തന്നെ എനർജി ഡൗൺ ആക്കി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എനർജി ഡൗൺ ആക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ എനർജി ഡൗൺ ആകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ള എനർജി ഫ്രീക്വൻസി ഹൈ ആണ്. ഹീലിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഹീലിംഗ് അവനവന് ചെയ്യാൻ പറ്റുമോ, ഇനി എന്താ വേറെ ആൾ ചെയ്യേണ്ടതാണോ? തീർച്ചയായിട്ടും ഇതൊരു സെൽഫ് ഹെൽപ്പിംഗ് ടെക്നിക്കാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന. അത് പഠിപ്പിച്ചു തരികയും കൂടെ ഹീൽ ചെയ്യുകയാണ് നമ്മുടെ കോഴ്സിലൂടെ ചെയ്യുന്നത്. ഇത് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്നുണ്ടോ? ഇത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കണം. പിന്നെ നമുക്ക് ട്രോമാസ് ഒരുപാടുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അതെല്ലാം ഹീൽ ഇതൊരു ജേണിയാണ്. അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് ഡെയിലി ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നില്ലേ, അതെ, ഫിസിക്കലി നമ്മൾ എനർജറ്റിക് ആവാനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അതായത് ക്ഷീണം വരും. അതെ. അതുപോലെ മെന്റലി ഫിസിക്കലി നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പോലെ മെന്റലി നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കൊടുക്കണം. ആ ഫുഡാണ് ഈ ഹീലിങ്ങും കാര്യങ്ങളും. ഓക്കെ, അത് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ മെന്റലി ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഓക്കെ, നന്ദി. ഓക്കെ, അപ്പോ നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പോ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ആയിട്ടുള്ള ഓക്കെ, പറഞ്ഞോളൂ. ഞാനിപ്പം ഞാൻ EFT പങ്കെടുത്ത ആളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. EFTയിൽ വന്നപ്പോഴാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് മൊത്തം തോണ്ടിയെടുത്ത് മാന്തിയെടുത്ത് ഇപ്പോഴും ഓരോ ഹീലിംഗ് ചെയ്യുന്നോളും പിന്നെ പ്രശ്നങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുവാന്ന്
ഹീൽ ചെയ്തിട്ടും തീരാത്ത അവസ്ഥയാണ്. ഞാൻ ഇപ്പം ചോദ്യം ചോദിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, ഓക്കെ. ഉമൈബ മാം ആണോ വളരെ സംസാരിക്കുന്നത്? മാറ്റമുണ്ട്. അതെ 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 അതെ. ഓക്കെ, മാമിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. അതെ, ഞങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ചൈൽഡ്ഹുഡിൽ. പക്ഷെങ്കിൽ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിൽ വന്നപ്പോഴാണ് എന്റെ പ്രശ്നങ്ങൾ ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കണം എന്ന് പറയുന്നത് ഏറ്റവും ഫലപ്രദമായ രീതിയാണ് ഞാൻ മനസ്സിലാക്കി. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചോദിച്ച ഒരാൾക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് ഞാൻ പറയുന്നത്. രോഗത്തിന് മരുന്ന് കുടിക്കണ്ട എന്നൊന്നും അല്ല EFT പറയുന്നത്. രോഗത്തിന് മരുന്നെടുക്കണം, പക്ഷെ നമ്മളെ മാനസിക നില ഭദ്രമാക്കി കഴിഞ്ഞാല് മരുന്നിനെല്ലാം അവിടെ കുറച്ചേ വേണ്ടു. ഞാൻ തന്നെ ഷുഗറെല്ലാം ഹൈ ആയിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ എനിക്കെല്ലാം നോർമൽ ഉണ്ട്. അങ്ങനെ ദേഷ്യം വരുന്നില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും ദേഷ്യമാണ്. എന്തിനും ദേഷ്യം പിടിക്കില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല സാർ. അതുകൊണ്ട് ധൈര്യമായിട്ട് കടന്നു വന്നോ, EFT ചെയ്തോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് നിങ്ങളിപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് അതിന്റെ എത്രയോ അപ്പുറത്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അന്നാ മനസ്സിലാവുക. ഓക്കെ, താങ്ക് യു. വളരെ correct. താങ്ക് യു മാം, താങ്ക് യു സോ മാഡം മച്ച്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. താങ്ക് യു അതായത് ഉമൈബ മാം. ഞാൻ അത്യാവശ്യം അപ്പോ പറഞ്ഞു വന്നത് EFT എന്ന് പറയുന്നത് ഇപ്പൊ ഉണ്ടായിരുന്നു. ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യാണ്. നമ്മളിപ്പോ ഡെയിലി കുളിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട് അല്ലേ? അത് 1-2 ദിവസം നമ്മൾ ചെയ്യാതിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ 2 times 3 times ഒക്കെ ബ്രഷ് ചെയ്യൂ അല്ലേ ടീത്ത്? അത് അതെ. ഒരു ദിവസം 1 time ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ചെയ്തില്ല എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവസ്ഥ? മോശം അവസ്ഥ തന്നെയായിരിക്കും. മോശം അവസ്ഥയായിരിക്കും. അപ്പൊ അതെ. അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ് എന്ത്? നമ്മുടെ മൈൻഡും നമ്മുടെ അതെ. ഉള്ളും. അവിടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം വന്ന് നമ്മൾ ഒരു 1 month നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 month വീട്ടിലുണ്ട്, ക്ലീൻ ചെയ്യുന്നില്ല. ആ അതെ. വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാനോ അവിടെ നമുക്ക് ജീവിക്കാനോ സാധിക്കുമോ? ഇല്ലില്ല. ഒരിക്കലുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു റിലേഷൻഷിപ്പിലെ സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ് ക്ലീനിങ്. അപ്പോൾ ഇതിൽ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തവരുണ്ടാവാം, ചെയ്യാത്തവരുണ്ടാവാം. എല്ലാവരോടും കൂടെ പറയാണ്. ഇപ്പം ജോയിൻ ചെയ്തവർ തന്നെ ചില ആളുകൾ പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഡെയിലി കുളിക്കുന്നുണ്ട്, നമുക്കത് പ്രയാസമായി തോന്നാറുണ്ടോ? ഇല്ല. ഇല്ല, ഇല്ല, ഇല്ല. അത് അതുപോലെ ശീലമായി വന്നു. അതെ, അതുപോലെ ഈ പ്രാക്ടീസസും ഡെയിലി നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ തീർച്ചയായും. ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്ത്? അതെ. നമുക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊരു കരിയർ വേണം, നമ്മുടെ ലൈഫിൽ നമുക്ക് ക്യാഷ് വേണം, നമുക്ക് ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും നികത്താൻ ക്യാഷ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. പക്ഷേ അതിനപ്പുറത്താണ് നമ്മുടെ ആവശ്യം. എന്താണ്? പണമാണോ നമ്മുടെ ആ ഒരു അവസാനത്തെ ആഗ്രഹം? അല്ല. ഏതൊരു മനുഷ്യന്റെയും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്, ആരോഗ്യം. സന്തോഷമാണ്, സമാധാനമാണ്. ഇത് എവിടെ നിന്ന് കിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല, ശരിയല്ലേ? എവിടെന്നെങ്കിലും നമ്മൾ തീർച്ചയായും. പഠിച്ചിട്ടുണ്ടോ? ഇത് ഇല്ല, ഇല്ല. എവിടെ നിന്ന് കിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാവർക്കും വേണ്ടതും ഇതാണ്. ഞാൻ പറയുന്നു, ഇത് കിട്ടും EFT-യിൽ. ഓക്കെ, താങ്ക്സ്. വളരെ നന്ദി. എനിക്ക് 50 വയസ്സ് വരെ സന്തോഷിക്കാനും ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രശ്നമില്ല, ജീവിതം ഒരു പ്രശ്നമില്ല എന്ന് അവരെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞാൽ മാനസിക പ്രശ്നം വന്നേരാണ് ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഭയപ്പെട്ടു പോയത്. ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖമല്ല, ഇതല്ലാതെ ഇതൊഴിച്ചാൽ ബാക്കിയെല്ലാം നിസ്സാരം. ഏറ്റവും വലിയ രോഗമാണിത്. അതെ, നമ്മൾ മെന്റലി ഹെൽത്തിയർ ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പണമില്ലാതെയും നമുക്ക് ജീവിക്കാം. പണം വേണം കേട്ടോ, പണം വേണം. പക്ഷെ പണക്കാരനായതുകൊണ്ട് മാത്രം ലൈഫ് ഹാപ്പി ആവില്ല. എന്നാൽ പണമില്ലാതെ എത്രയോ പേര് സന്തോഷവും സമാധാനവും ഒരു ഡൗട്ട് ഉണ്ട് വേറെ. ജീവിക്കുന്നുണ്ട് അല്ലെ? അതായത് നമ്മുടെ മക്കളുടെ ക്യാരക്ടറൊക്കെ വലിയ പ്രായത്തിലൊക്കെ ആകുമ്പോൾ ചില ആൾക്കാരുടെ ക്യാരക്ടറൊക്കെ നന്നായിട്ട് മാറിപ്പോയല്ലോ. അതെ. അപ്പം അപ്പോ അവരുടെ ക്യാരക്ടർ മാറുമ്പോൾ അവരുടെ ബിഹേവിയർ അവരുടെ അച്ഛനും അമ്മക്ക് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അതായത് അവരടിക്കുക, ഒരു ചീത്ത പറയുക, പുറത്താക്കാൻ നോക്കുക. അപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് അവർ മറികടക്കാൻ പറ്റുക? കാരണം അവരുടെ മക്കളല്ലേ ശരിക്ക് ഇതുപോലത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മക്കള് തിരുത്തണ്ടേ? അപ്പൊ മക്കളെ തിരുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതുപോലെ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ
അവർക്ക് ഹൈ പൊസിഷനിലുണ്ടോ ഞാൻ ഇതിനൊക്കെ പറയാം ടീം ഞാൻ സാർ പറയാം മക്കളെ തിരുത്താൻ രക്ഷിതാക്കൾ EFT ചെയ്യട്ടെ. ഞാൻ പറയാം. അത് ഈ മക്കളുടെ സ്ട്രെസ്സിനും പ്രശ്നങ്ങൾക്കും കാരണം റൈറ്റ് പാരന്റിങ് നമ്മൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. എന്നിട്ട് നമ്മൾ ഹീലിങ്ങിലൂടെ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മക്കളുടെ കേസിൽ ഇപ്പം മക്കൾ എന്നോട് പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ റിലേഷൻഷിപ്പിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡേ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അവരോട് എങ്ങനെ, അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അവർ മോശമാണ്, അതുപോലെ ഞാൻ ഒരുപാട് ട്രോമകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള തോട്ട്സ് എന്താണ്? ഞാൻ ശരിയല്ല, ഞാൻ മോശമാണെന്നാണ്. അതുപോലെ എൻ്റെ മനസ്സിലും അവരെക്കുറിച്ച് എൻ്റെ മക്കൾ ശരിയല്ല എന്നുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതവിടെ എന്ത് ചെയ്യണം? അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നെ വേദനിപ്പിച്ചത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും ഹീൽ ചെയ്ത് ഒഴിവാക്കണം. അതുപോലെ അവർക്ക് ഞാൻ കൊടുത്ത ട്രോമകൾക്ക് ഞാൻ എന്ത് ചെയ്യണം? ഫോർഗീവ്നെസ് ചോദിക്കണം, ക്ഷമ ചോദിക്കണം. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നതിലൂടെ ആ ഒരു ബന്ധം വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹീൽ ചെയ്യുന്നതിലൂടെ എൻ്റെ ചുറ്റുപാടിലുള്ളവരെ എനിക്ക് ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും. അതിലൂടെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഴ്സിൽ, നമ്മുടെ ഈ ഒരു EFTയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റാരെയും ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട, നമ്മൾ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇന്നർ സെൽഫ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വീട് നന്നാവും, ഈ നാട് നന്നാവും. ഓരോരുത്തരും അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു കഥ തന്നെയുണ്ട്, കഥയല്ല, നടന്ന സംഭവം തന്നെയുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട്, ലോകം നന്നാക്കാൻ ഞാൻ നോക്കി, സാധിച്ചില്ല. രാജ്യം നന്നാക്കാൻ ഞാൻ നോക്കി, സാധിച്ചില്ല. എൻ്റെ ഈ ഒരു സ്റ്റേറ്റ് നന്നാക്കാൻ നോക്കി, സാധിച്ചില്ല. എൻ്റെ ജില്ല നന്നാക്കാൻ നോക്കി, സാധിച്ചില്ല. ഞാൻ എൻ്റെ വീട് നന്നാക്കാൻ നോക്കി, അതും സാധിച്ചില്ല. ഞാൻ എന്നെ നന്നാക്കി, അതിലൂടെ എല്ലാം നന്നായി. അതങ്ങനെയൊന്നുമല്ല, ഞാൻ സിമ്പിളാക്കി പറഞ്ഞതാണ് കേട്ടോ, അതിന്റെ സാരം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ചേഞ്ച് ആവുന്നതിലൂടെ നമ്മളിലേക്ക് നോക്കുക. നമ്മുടെ ഇന്നർ സെൽഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ എനർജി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നതും നമ്മുടെ ചുറ്റുപാടുള്ളതും എല്ലാം പോസിറ്റീവ് ആയിരിക്കും. തീർച്ചയാണ്. ഓക്കെ മാഡം, അതായത് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോ ഗൾഫിൽ ആണ് ഉണ്ടാവാറ്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അറബിയാലും വണ്ടിയിലും വേണ്ടാത്തതിനും ചീത്തറിയും, ബംഗാളിയാലും വണ്ടിയിലും വേണ്ടാത്തതിനും ചീത്തറിയും. അപ്പൊ ഞാനതിന് തിരിച്ച് പറഞ്ഞിട്ട് ചീത്ത പറയാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓല് കൂടുതൽ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. ഇവനെ നമുക്ക് ആക്രമിക്കുക, ഇവനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു മനോഭാവം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോ ഞാനവിടെ ചെയ്യേണ്ടത് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാന്നുള്ളതാണല്ലോ. അവര് പറയുമ്പോ നമ്മളിപ്പോ അതൊക്കെ പഠിച്ച് നമ്മൾ റിയാക്ട് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ മാനസിക പ്രയാസമല്ലേ ഉണ്ടാക്കുക. അവരതിനനുസരിച്ചിട്ട് അവർ പിന്നെയും പിന്നെയും നമ്മളെ മാനസികമായിട്ട് തളർത്താൻ നോക്കും. അപ്പൊ അതുവരെ വേഗം നമ്മള് തിരിച്ച് ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കല്ല വേണ്ടത്. ആരായാലും അല്ല ഇങ്ങോട്ട് ചീത്ത പറയുമ്പോ അല്ല തിരിച്ച് അവിടെ നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ആണ്. സാർ കോഴ്സിലേക്ക് വരും, നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. സാറിന്റെ എല്ലാ ഡൗട്ട്സും അവിടെ ക്ലിയർ ആവും. നമ്മളവിടെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവര് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. വർഷങ്ങളായിട്ട് മിണ്ടാതെ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാതെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്ന ആളുകൾ ഫോർഗീവ്നെസ് പ്രാക്ടീസിലൂടെ ഇങ്ങോട്ട് വന്ന് കണക്ഷൻ റീബിൽഡ് ചെയ്യുന്ന എക്സ്പീരിയൻസ്, മിറാക്കിൾസ് നമ്മൾ കോഴ്സിലൂടെ നമ്മൾ കാണാറുണ്ട്. ഫോർഗീവ്നെസ് പ്രാക്ടീസിൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഒരു വ്യക്തിയുമായിട്ടുള്ള ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, പാരൻസ് മക്കൾ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓഫീസിൽ നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ സിബ്ലിങ്സ്, ഏത് റിലേഷൻഷിപ്പിലും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മിറാക്കിൾസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മുടെ എനർജി ചേഞ്ച് ആവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തോട്ട്സിന് എനർജി പവർ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഓണർ ഉണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ ഓണറോട് ഞാൻ എന്നോട് എൻ്റെ ഓണർ മോശമായിട്ട് പെരുമാറുമ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശം ചിന്തയാണ് വരിക. ആ മോശം ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അതിന് മാച്ചായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന് പകരം ഞാൻ അവിടെ ഫോർഗീവ്നെസ് കൊടുത്ത് ആ ഒരു ഇമോഷനെ, ആ ഒരു വെറുപ്പിനെ ഞാൻ ഹീൽ ചെയ്യുമ്പോൾ എന്നിൽ നിന്നും അദ്ദേഹത്തിലേക്ക് പാസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു എനർജിയാണ്. അത് അവരിൽ വർക്ക് ആവുകയും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുടെ ഫലമായി എന്നോട് അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറുകയും എന്നോട് ചിലപ്പോൾ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവും, മിറാക്കിൾസ് സംഭവിക്കും. ഓക്കെ, EFT എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ചിലർ പറയാറുണ്ട്, ദൈവാനുഗ്രഹമുള്ളവർ അതിലേക്ക് എത്തും എന്നൊക്കെ പറയാറുണ്ട്. ആർക്കും വരാം, എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്.
അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ സെഷൻ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. EFT എന്ന് പറയുന്നത് ഒരു 1 hour കൊണ്ട് നമുക്ക് സംസാരിച്ച് തീരാനുള്ളതല്ല. പക്ഷേ ഒരു 1 hour കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കോഴ്സിലേക്ക് വരാം. 23rd നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈഫിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പിനെസ്, ആ ഒരു പീസ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ജോയ് നമുക്ക് നമ്മൾ എവിടെ നിന്ന് കിട്ടും എന്ന് പഠിച്ചിട്ടില്ല. അതും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതും എന്നല്ല, അതാണ് ഇമ്പോർട്ടൻ്റ്. അതിലേക്കുള്ള വഴിയാണ് EFT. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ താങ്ക് യു വണ്ടർഫുൾ. മാം. വെൽക്കം. താങ്ക് യു മാം. താങ്ക് യു.